ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിയ്യുനൽ ആമീറുൻ നാഹി ഫലാ അഹദുൻ അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രിയ സഹോദരന്മാരെ, നാം ബുർദ പഠന ക്ലാസിൻ്റെ 10ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാനും ഹിദായത്തും വർദ്ധിപ്പിച്ചിരുമാറാവട്ടെ. ബുർദ നമുക്കും പഠിക്കാം എന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നാം ജോയിൻ ചെയ്താൽ നമുക്ക് എല്ലാ ദിവസത്തിലെയും ബുർദ ക്ലാസ് കേൾക്കാൻ കഴിയും. അതിൽ എല്ലാ ദിവസവും വൈകുന്നേരം 1ാമത്തെ ക്ലാസ് മുതൽ ഇതുവരെയുള്ള ക്ലാസ്സുകൾ അതിൽ വിടാറുണ്ട്. അപ്പോൾ നേരത്തെ കേൾക്കാത്തവർക്കും വൈകി അതിൽ ചേർന്നവർക്കുമൊക്കെ അത് ഉപയോഗപ്പെടുത്തി ക്ലാസ്സുകൾ മുഴുവനും കേൾക്കാൻ സാധിക്കും. ആഗ്രഹമുള്ളവർ അതിൽ ചേരണമെന്ന് അപേക്ഷിക്കുന്നു. മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുകയാണ്, നബിയുന, നമ്മുടെ നബി, അൽ ആമിറു, നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്, അന്നാഹി, തിന്മ കൊണ്ട് വിരോധിക്കുന്നവരാണ്, ഫല അഹദുൻ, ഒരാളുമില്ല, അബറ, ഏറ്റവും ഉത്തമരായിട്ട്, ഫീ ഖൗലില്ല, വേണ്ട എന്ന് വെക്കുന്ന വാക്കിലും, ഫീ ഖൗലി, വാക്കിൽ, ല, വേണ്ട, ചെയ്യരുത് എന്ന വാക്കിൽ, മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ, വലാ നഅം, ചെയ്തോ എന്ന് അനുമതി കൊടുക്കുന്ന വാക്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഉത്തമരായിട്ട് മറ്റൊരാളില്ല. പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഒരു കാര്യം നിരോധിക്കുമ്പോൾ ലാ തഫ്അൽ, നീ ചെയ്യരുത് എന്ന് പറയുന്ന വാക്കിലും, വലാ നഅം, നഅം, ചെയ്തോ എന്ന് അനുമതി കൊടുക്കുന്നിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നല്ല രീതിയിൽ അത് പറയുന്ന മറ്റൊരു വ്യക്തിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല നന്മ കൊണ്ട് കൽപ്പിക്കാനും തിന്മ കൊണ്ട് വിരോധിക്കാനും നിയോഗിക്കപ്പെട്ടവരാണ്. എന്നാൽ ആ നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിരോധിക്കുമ്പോഴും ഏറ്റവും നല്ല ശൈലിയിലും സ്വഭാവത്തിലും രീതിയിലുമാണ് അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകാര്യം ചെയ്യൽ. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തന്ത്രപരമായും നല്ല ഉപദേശത്തിലും നിങ്ങൾ ക്ഷണിക്കുക എന്ന് പറഞ്ഞ ആ ആയത്തിൻ്റെ അർത്ഥത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരു കാര്യം കൽപ്പിക്കുകയാണെങ്കിലും അത് ആ കൽപ്പിക്കേണ്ടതായ രീതിയിലാണ് കൽപ്പിക്കുക. ഒരു കാര്യം വിരോധിക്കുമ്പോൾ അത് വിരോധിക്കുന്ന രീതിയിലാണ് അത് വിരോധിക്കുക. ആളെ നോക്കി, സന്ദർഭം നോക്കി, സമയം നോക്കി, അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് വളരെ തന്ത്രപരമായി, സൈക്കോളജിക്കലായി ആണ് ആ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കാറ്. നമ്മൾ നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിരോധിക്കുമ്പോഴും അത് അതിൻ്റെതായ രീതിയിലും ശൈലിയിലുമല്ല എങ്കിൽ ചിലപ്പോൾ വിപരീത ഫലം ഉളവാക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാ നിബന്ധനകളും സൂക്ഷിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നബിയുന, നമ്മുടെ നബി, അൽ ആമിറു, നന്മ കൽപ്പിക്കുന്നവരാണ്, അന്നാഹി, തിന്മ വിരോധിക്കുന്നവരാണ്, ഫല അഹദുൻ, ഒരാളുമില്ല, അബറ, ഏറ്റവും ഉത്തമരായിട്ട്, ഫീ ഖൗലി ലാ, ലാ, വേണ്ട എന്ന് പറയുന്ന വാക്കിലും, മിൻഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ, വലാ നഅം, ചെയ്തോ എന്ന് അനുമതി കൊടുക്കുന്ന വാക്കിലും. അപ്പോൾ ഒരു കാര്യത്തിന് യെസ് പറയുമ്പോഴും ഒരു കാര്യത്തിന് നോ പറയുമ്പോഴും അതിൻ്റെതായ ഏറ്റവും നല്ല ശൈലിയിലും നല്ല രീതിയിലുമാണ് അവിടെ നിന്ന് ചെയ്യാറുള്ളത്. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഅമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അൽ ഹബീബു പ്രിയപ്പെട്ടവരാണ്, അല്ലദീ തുർജാ ശഫാഅത്തുഹു അവിടുത്തെ ശുപാർശ അത് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്, പ്രതീക്ഷിക്കപ്പെടാം. ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുഖ്തഹമി ആപൽകരമായ ഭീതിതമായ എല്ലാ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവിടുത്തെ ശുപാർശ പ്രതീക്ഷിക്കപ്പെടാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശഫാഅത്ത് ഏറ്റവും പ്രതീക്ഷിക്കേണ്ട നേരം അത് പരലോകത്തെത്തുമ്പോഴാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കും. പല രൂപത്തിലുള്ള ശഫാഅത്തുമുണ്ട്. നരകത്തിലകപ്പെടാതിരിക്കാനുള്ള ശഫാഅത്ത്, നരകത്തിലകപ്പെട്ടവരെ കരകയറ്റാനുള്ള ശഫാഅത്ത്, സ്വർഗത്തിൽ പ്രവേശിച്ചവർക്ക് പദവി കൂടാനുള്ള ശഫാഅത്ത്, അങ്ങനെ പലതരത്തിലുള്ള ശഫാഅത്ത് അവിടെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ ശഫാഅത്തൊക്കെ ലഭിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്ത ആളായിരിക്കണം. എന്നോട് ഏറ്റവും അടുത്ത ആൾ എൻ്റെ മേലെ ഏറ്റവും സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൻ സാറ ഖബരി വജബത്ത് ലഹു ശഫാഅത്തി, എൻ്റെ ഖബർ ആരെങ്കിലും സന്ദർശിച്ചാൽ അവനിക്ക് എൻ്റെ ശഫാഅത്ത് നിർബന്ധമായി ബാധകമായി എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സ്വലാത്ത് ചൊല്ലി, അവിടുത്തെ മദ്ഹ് ചൊല്ലി, അവിടുത്തെ മൗലൂദ് ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളെ ഒരു പരിചയം വേണം. എങ്കിലേ നമുക്ക് ലോകത്തിൽ നിന്ന് ശഫാഅത്ത് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. മൗലൂദ് ഓതലും മദ്ഹ് പറയലൊക്കെ ശിർക്കാണെന്ന് പറയുന്ന ആളുകൾ അവർക്ക് അതിനിക്ക് അർഹര അല്ല, അവർക്കത് ലഭിക്കുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കാൻ ആവശ്യമായ തരത്തിലുള്ള ജീവിതക്രമം നാം ചിട്ടപ്പെടുത്തിയെടുക്കണം. അപ്പോൾ വൈത്തിൻ്റെ അർത്ഥം വൽ ഹബീബു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരാണ്. തുർജാ ശഫാഅത്തുഹു അവിടുത്തെ ശഫാഅത്ത് പ്രതീക്ഷിക്കപ്പെടും. ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്കും മുഖ്തഹമി ഭയങ്കരമായ ഭയാനകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും. പിന്നെ പറയുന്നു ദഅഇലല്ലാഹി ഫൽ മുസ്തംസികൂന ബിഹി മുസ്തംസികൂന ബിഹബ്ലിൻ ഗൈരി മുൻഫസിമി. ദഅഇലല്ലാഹ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു. ഫൽ മുസ്തംസികൂന ബിഹി അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മുറുകെ പിടിക്കുന്ന ആളുകൾ, മുസ്തംസിക്കൂന അവർ മുറുകെ പിടിക്കുന്നു, ബിഹബിലിൻ ഒരു പാശം കൊണ്ട്, വൈരി മുൻഫസിമി മുറിഞ്ഞു പോകാത്ത പിരിഞ്ഞു പോകാത്ത ഒരു പാശം കൊണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനാവും. ആ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിച്ചു. ഇനി ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചവർ, ആ ദീനിൽ പ്രവേശിച്ചവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തനുസരിച്ചും മാർഗമനുസരിച്ചും നീങ്ങുന്ന ആളുകൾ, അവർ പൊട്ടിപ്പോകാത്ത, തകർന്നു പോകാത്ത, മാറ്റത്തിന് വിധേയമല്ലാത്ത നല്ല ഒരു മാർഗത്തിലാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ച ദീനിൻ്റെ ആശയങ്ങൾ, ദീനിൻ്റെ തത്വങ്ങൾ അതൊരു പുള്ളി വ്യത്യാസമില്ല നിലനിൽക്കുന്നു. ഒന്നും മാറ്റേണ്ടി വരുന്നില്ല. കാലഘട്ടം പുരോഗമിച്ചാലും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര ഉന്നതി പ്രാപിച്ചാലും ഏത് തരത്തിലുള്ള ഭൗതികമായ സൗകര്യങ്ങൾ ഇവിടെ വികസിച്ചു വന്നാലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളോ തത്വങ്ങളോ നിയമങ്ങളോ ഒന്നും മാറ്റേണ്ടി വരികയില്ല. എന്താണ് അതിന് കാരണം? അത് സംവിധാനിച്ചിരിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെക്കുറിച്ച് എല്ലാം അറിയുന്ന അള്ളാഹു സംവിധാനിച്ച മതനിയമങ്ങളായതുകൊണ്ട് അത് ഒരു കാലത്തും മാറ്റത്തിരുത്തലിക്ക് വിധേയമല്ല, അതിൻ്റെ ആവശ്യമില്ല. ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ തനിമയോടെ നിലനിൽക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ദഅഇലല്ലാഹ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. ഫൽ മുസ്തംസികൂന ബിഹി അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മുറുകെ പിടിക്കുന്ന ആളുകൾ, അവിടുത്തെ ദീന് കൊണ്ട് മുറുകെ പിടിക്കുന്ന ആളുകൾ, മുസ്തംസികൂന അവർ മുറുകെ പിടിക്കുന്നു, ബിഹബലിൻ ഒരു പാശം കൊണ്ട്, വൈരി മുൻഫസിമി പിരിഞ്ഞു പോകാത്ത, മുറിഞ്ഞു പോകാത്ത. പിന്നെ പറയുന്നു ഫഖന്നബിയ്യിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ഫഖന്നബിയ്യിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് അമ്പിയാക്കന്മാർക്ക് മീതയായിരിക്കുന്നു, മേലെയായിരിക്കുന്നു. ഫീ ഖൽഖിൻ സൃഷ്ടിപ്പിലും, ഫീ ഖുലുഖിൻ സ്വഭാവത്തിലും, വലം യുദാനുഹു അവർ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുക്കുകയില്ല, ഫീ ഇൽമിൻ അറിവിലും, വലാ കറമി ധർമ്മത്തിലും. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മഹത്വത്തിൻ്റെ മാനദണ്ഡമായി കരുതുന്ന കാര്യമാണ് സൗന്ദര്യവും സ്വഭാവവും അറിവും ധർമ്മവും.
ആൾ നല്ല സൗന്ദര്യമുള്ള ആളാണ്, അയാൾ നല്ല സ്വഭാവമുള്ള ആളാണ്, അയാൾ നല്ല അറിവുള്ള ആളാണ്, അയാൾ നല്ല ധർമ്മിഷ്ഠനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ മഹത്വപ്പെടുത്തും. എന്നാൽ ഈ കാര്യങ്ങളിൽ, ഈ 4 കാര്യങ്ങളിൽ മറ്റ് അമ്പിയാക്കന്മാർക്ക് തന്നെ നബിസ്വലമാതങ്ങൾ മുകളിലാണ്. പിന്നെ മറ്റുള്ളവരെ കാര്യം പറയാനില്ലല്ലോ. അപ്പൊ ആ വിഷയത്തിൽ നബിസ്വലമാതങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. നബിസ്വലമാതങ്ങളെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് പറഞ്ഞ് വിവരിക്കാൻ സാധിക്കുകയില്ല. അത്രയും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ്. അൻത ശംസുൻ അൻത ബദറുൻ അൻത നൂറുൻ ഫൗഖ നൂരി. അവിടുന്ന് പ്രകാശപൂരിതമാണ്. അവിടുത്തെ സ്വഭാവം ഏറ്റവും ഉത്തമമായ സൽ സ്വഭാവത്തിന്റെ സാക്ഷാത്കാരം. അതിനെ ഇവിടെ നടപ്പിൽ വരുത്താനാണ് നിയോഗിക്കപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. അവിടുത്തെ അറിവ് വഅല്ലമകമാലം തക്കും താരം, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാത്തതുണ്ടോ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മിന്നുലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, എല്ലാ അറിവും, ലൗഹിന്റെയും ഖലമിന്റെയും എല്ലാ അറിവും. മുസ്ലിം തങ്ങളിൽ ലോകത്തുള്ള ഒരു കാര്യവും അറിയാതെ ഇവിടെ നിന്ന് തിരിഞ്ഞു പോയിട്ടില്ല എന്നാണ് സ്വാവിയിൽ പറഞ്ഞത്. പിന്നെ ധർമ്മമാണെങ്കിലൊക്കെ ദീഹിൽ മുർസല, ഇച്ഛപ്പെട്ട കാറ്റുപോലെ. ഇന്നമിൻ ജൂദിക ദുനിയാ വദറതഹ ദുനിയാവു മാഖറു, എല്ലാം നബി തങ്ങളുടെ സംഭാവനയാണ്. ഉമാർ സല്ലാക്കില്ല റഹ്മത്തൽ ലിൽ ആലമീൻ, അവിടുത്തെ അനുഗ്രഹം അത് ലഭിക്കാതെ പോയവരാരുമില്ല. ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് എല്ലാവർക്കും അവിടുത്തെ ധർമ്മം കിട്ടിയവരാണ്. ബൈത്തിന്റെ അർത്ഥം പാക്കൻ നബീന, നബി തങ്ങൾ മേലെയായിരിക്കുന്ന നബീന മറ്റമ്പിയാക്കന്മാർക്ക് ഫീ ഖൽഖിൻ സൃഷ്ടിപ്പിലും ഫീ ഖുൽഖി സ്വഭാവത്തിലും വലം യുദാനുഹു അവരാ നബിയോട് അടുത്തിട്ടില്ല ഫീ ഇൽമിൻ അറിവിലും വലാ കറമി അതുപോലെ തന്നെ ധർമ്മത്തിലും. പിന്നെ പറയുന്നു വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഖർഫം മിനൽ ബഅരി ഔ റസ്ഫം മിനദ്ദിയമി. വകുല്ലുഹും ആ അമ്പിയാക്കന്മാരൊക്കെ മിൻ റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മുൽതമിസുൻ അവര് സമ്പാദിച്ചവരാണ്, നേടിയവരാണ്. ഖർഫം മിനൽ ബഅരി സമുദ്രത്തിൽ നിന്നുള്ള ഒരു കോരൽ, ഔ റസ്ഫം മിനദ്ദിയമി അല്ലെങ്കിൽ മഴയിൽ നിന്നുള്ള ഒരു തുള്ളി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവും മറ്റ് അവിടുത്തെ ഔന്നത്യത്തിന്റെ കാര്യങ്ങളും അതൊക്കെ മറ്റ് അമ്പിയാക്കന്മാരിലേക്ക് വെച്ച് നോക്കുമ്പോൾ, തട്ടിച്ചു നോക്കുമ്പോൾ സമുദ്രത്തിൽ നിന്നുള്ള ഒരു കോരൽ അല്ലെങ്കിൽ മഴത്തുള്ളിയിൽ നിന്നുള്ള ഒരു തുള്ളി അതിൻ്റെ സ്ഥാനത്തെ ഉണ്ടാവുകയുള്ളൂ. റസൂലുള്ളാഹി തങ്ങളുടേത് അത്രയും മികച്ചു നിൽക്കുന്നു, മുന്തി നിൽക്കുന്നു എന്നർത്ഥം. അപ്പോൾ തിൽക്കർ റസൂൽ ഫളലനാ ബഅ്ദുഹും അലാ ബഅ്ദ് എന്നുള്ള പ്രവാചകന്മാർ ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ചിലർ അള്ളാഹുവിനോട് സംസാരിച്ചവരാണ്, ചിലർക്ക് അള്ളാഹു മരിച്ചതിനെ അയാക്കത്താക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള കഴിവുകൾ അള്ളാഹു തആല പല അമ്പിയാക്കന്മാരും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ അമ്പിയാക്കന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായിക്കൊണ്ട് ഏറ്റവും ഉന്നതരായിക്കൊണ്ട് നിൽക്കുന്നത് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മറ്റുള്ള അമ്പിയാക്കന്മാരുടെ കാര്യങ്ങൾ, അവരുടെ അറിവുകളും അവരുടെ മറ്റ് മഹത്വങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ അതൊക്കെ സമുദ്രത്തിൽ നിന്നുള്ള ഒരു കോരലിൻ്റെയോ അല്ലെങ്കിൽ മഴയിൽ നിന്നുള്ള ഒരു തുള്ളിയുടെയോ സ്ഥാനത്താണ് അത് നിൽക്കുന്നത് എന്ന് മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അപ്പോൾ ഇതിനർത്ഥം വകുല്ലുഹും ആ അമ്പിയാക്കന്മാരൊക്കെ മിൻ റസൂലില്ലാഹി റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് മുൽതമിസുൻ തേടിയതാണ് അല്ലെങ്കിൽ നേടിയതാണ്. ഉർഫം മിനൽ ബഹരി സമുദ്രത്തിൽ നിന്നുള്ള ഒരു കോരൽ, ഔ റസ്ഫം മിനദ്ദിയമി അല്ലെങ്കിൽ മഴയിൽ നിന്നുള്ള ഒരു തുള്ളി. പിന്നീട് പറയുന്നു വവാഖീഫൂന ലദൈഹി ഇൻദ ഹദ്ദിഹിമി മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ ശക്ലത്തിൽ ഹികമി. വാഖിഫൂന അമ്പിയാക്കന്മാരൊക്കെ നിന്നവരാണ്. ലദൈഹി റസൂലുള്ളാഹിന്റെ അരികിൽ, ഇൻദ ഹദ്ദിഹിം അവരുടെ അതിർത്തിയുടെ അരികത്ത്, മിൻ നുഖ്തത്തിൽ ഇൽമി ഒന്നിരിക്കൽ അറിവിന്റെ ഒരു പുള്ളിയുടെ സ്ഥാനത്തോ, ഓ മിൻ ശക്ലത്തിൽ ഹികമി അല്ലെങ്കിൽ തത്വജ്ഞാനത്തിന്റെ ഒരു സ്വരചിഹ്നത്തിന്റെ സ്ഥാനത്തോ. അപ്പോ അമ്പിയാക്കന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് താരതമ്യം ചെയ്യുമ്പോൾ അമ്പിയാക്കന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നാം ചേർത്ത് നോക്കുമ്പോൾ അവരുടെ അറിവും അതുപോലെ അവരുടെ മറ്റ് കാര്യങ്ങളും അതൊക്കെ അറിവിൽ നിന്നുള്ള ഒരു പുള്ളിയുടെയോ അല്ലെങ്കിൽ
തത്വജ്ഞാനത്തിൽ നിന്നുള്ള ഒരു സ്വരചിഹ്നം അതിൻ്റെ സ്ഥാനത്തോ നിൽക്കുന്ന രൂപത്തിൽ അവരൊക്കെ നബിസൽമാ തങ്ങളുടെ അടുത്തെത്തുമ്പോൾ, നബിസൽമാ തങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അവരുടെ പരിധി അവിടെ അവസാനിക്കുന്നതാണ് എന്നാണ് അതുകൊണ്ട് മഹാനവർ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് മറ്റമ്പിയാക്കന്മാരെ ചെറുതാക്കലല്ല, മറ്റമ്പിയാക്കന്മാരൊക്കെ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. മറ്റമ്പിയാക്കന്മാരൊക്കെ അങ്ങനെയുള്ള അവരൊക്കെ പറയും, നിങ്ങൾ അവസാന കാലത്തുള്ള മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വന്നാൽ നിങ്ങളെല്ലാവരും ആ നബിയെ അംഗീകരിക്കണം. ലതുഅ്മിനുന്ന ബിഹി, നിങ്ങളൊക്കെ ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം. വലതൻസുറന്നഹു, നിങ്ങൾ ആ നബിയെ സഹായിക്കണം. ആ നബിയെ നിങ്ങൾ അംഗീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്നാണല്ലോ എല്ലാ അമ്പിയാക്കന്മാരും അടുത്ത ഉമ്മത്തിനിക്ക് മാർഗദർശനം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ അമ്പിയാക്കന്മാർ തന്നെ റസൂലുള്ളാഹി തങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കുന്ന, റസൂലുള്ളാഹി തങ്ങളുടെ സ്ഥാനം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ മറ്റുള്ള അമ്പിയാക്കന്മാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിലയിലും മികച്ചു നിൽക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആശയം അഷ്റഫുൽ ഖൽഖാണ്, ഖൈറുൽ ഖൽഖാണ് എന്നുള്ള ആശയം അത് മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇതിനർത്ഥം വവാഖിഫൂന, ആ അമ്പിയാക്കന്മാരൊക്കെ നിൽക്കുന്നവരാണ് ലദൈഹി, റസൂലുള്ളാഹിന്റെ അരികെ, ഇന്ദ അദ്ദിഹിം, അവർക്കുള്ള പരിധിന്റെ അരികത്ത്, മിൻ നുഖ്തത്തിൽ ഇൽമി, അറിവിൻ്റെ ഒരു പുള്ളിയുടെ സ്ഥാനത്തോ, ഔ മിൻ ശക്രത്തിൽ കമി, അല്ലെങ്കിൽ തത്വജ്ഞാനത്തിൻ്റെ സ്വരചിഹ്നത്തിൻ്റെ സ്ഥാനത്തോ. എന്നിട്ട് അവിടുന്ന് പറയുന്നു ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറതുഹു തുമ്മ ഇസ്തഫാഉ ഹബീബൻ ബാരിഉൻ നസമി. ഫഹുവ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലദീ ഒരുത്തരാണ്, തമ്മ മഅനാഹു വസൂറതുഹു, അവിടുത്തെ ആന്തരികവും അവിടുത്തെ ബാഹ്യവും അത് സമ്പൂർണമായിരിക്കുന്നു. തുമ്മസ്തഫാവു, പിന്നെ ആ നബിയെ അല്ലാഹു തആല തെരഞ്ഞെടുത്തിരിക്കുന്നു, ഹബീബൻ, പ്രിയമിത്രമായിട്ട്. തുമ്മസ്തഫാവു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഹബീബൻ, പ്രിയമിത്രമായിട്ട്. ബാരിഉൻ നസമി, സൃഷ്ടാവായ അല്ലാഹു. ബാരിഉൻ നസമി എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നവനായ അല്ലാഹു ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയമിത്രമായി, അവിടുത്തെ ഹബീബായി, ഹബീബ് റസൂലുള്ളാഹി എന്നുള്ള പറയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആന്തരികവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാഹ്യവും എല്ലാം പൂർണ്ണമായി അല്ലാഹു തആല സംരക്ഷണം നൽകിയ, പൂർണ്ണമായി അവിടുന്ന് അല്ലാഹു സമ്പൂർണ്ണമാക്കിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ആ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയമിത്രമായി, അള്ളാഹിൻ്റെ ഹബീബായി അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏത് മേഖല പരിശോധിച്ചാലും എല്ലാം സമ്പൂർണവും, അവിടുത്തെ ജീവിതം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ പറ്റിയ ഒരു നേതാവായിക്കൊണ്ട് ലോകത്ത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമാണ് നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുക. അതാണ് ആ ബിത്തിൻ്റെ ആശയം. അപ്പോൾ ഫഹുവ, ആ നബി അല്ലദീ ഒരുത്തരാണ്, തമ്മ മഅനാഹു, അവിടുത്തെ ആന്തരികം സമ്പൂർണ്ണമായിരിക്കുന്നു, വസൂറത്തു, അവിടുത്തെ ബാഹ്യവും, തുമ്മസ്തഫാഹു, പിന്നെ ആ നബിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഹബീബൻ, പ്രിയമിത്രമായിക്കൊണ്ട്, ബാരിഉൻ നസമി, സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മിത്രമായി. നസമിന് ഇൻസാൻ എന്ന് ഒരർത്ഥം വെക്കലുണ്ട്. മനുഷ്യൻ്റെ സൃഷ്ടാവായ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ശുദ്ധമായ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ.